ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുറേ നാളായിട്ടുള്ളൊരു സ്വപ്നമാണ്. കുറേ നാളായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി താമസിക്കുമ്പോഴും നമ്മുടെ നാട്ടിലായാലും നമ്മൾ കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കാനഡയിലും നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അവിടെ സമ്മറായാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഫാമിൽ വന്നിരിക്കുകയാണ്, ചാർലി ദ ട്രീ ഗൈ. അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ഗുണമേന്മയുള്ള ചെടികൾ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. He is famous in YouTube. അപ്പോൾ ഇവിടെ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമുണ്ടോ, നല്ല കാറ്റാണ് പുറത്ത്, ചെറിയൊരു തണുപ്പുണ്ട്. ചെറുതല്ല, അത്യാവശ്യം നല്ല തണുപ്പ്, കുറച്ച് തണുപ്പുണ്ട്. സമ്മർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊന്ന് സമ്മർ ആവണ ആ ഒരു തണുപ്പ്. പക്ഷേ ഈ സമയത്താണ് നമുക്ക് ഏറ്റവും നല്ലത് ചെടികൾ വെച്ച് തുടങ്ങാനായിട്ടുള്ള സമയം. അപ്പോൾ ഈ വർഷം തന്നെ ഇത് കായ്ക്കും, പക്ഷേ ഈ വർഷം നമ്മൾ അത് പൊട്ടിച്ച് കളയണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വർഷം അത്യാവശ്യം ചെടിക്ക് നല്ലൊരു സ്ട്രെങ്ത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ഫ്രൂട്ട്സ് ഉണ്ടാവാനായിട്ട് സമ്മതിക്കാവൂ. അപ്പോൾ പല ചെടികളും നമ്മൾ പെയറായിട്ട് വാങ്ങണം, എന്നാലാണ് അത് ഫ്രൂട്ട്സ് ഉണ്ടാവാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ 30 മീറ്ററിൽ അകലത്തിലെങ്കിലും ഒരു ആപ്പിൾ ട്രീ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ആപ്പിൾ ട്രീ വേണം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പാണ്ടായിരുന്നില്ല, നമ്മുടെ അയൽവക്കത്ത് ഇങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടെ വന്ന് മരങ്ങളൊക്കെ വെട്ടി തുടങ്ങിയപ്പോൾ നമ്മുടെ നൈബർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ചെറിയുടെ മരങ്ങളും പ്ലമ്മിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ എന്തായാലും അതൊക്കെ വെക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ പോരുന്ന വഴി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പോരുന്ന വഴി മണ്ണിട്ട റോഡാണ് കേട്ടോ. അപ്പോൾ മണ്ണിട്ട റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു രസമായിരുന്നു കാണാനൊക്കെ. അതായത് ശരിക്കും ഒരു ഗ്രാമീണ അന്തരീക്ഷം, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ മണ്ണിട്ട വഴി കൂടെയാണ് ഈ ഒരു ഫാമിലേക്ക് പോകുന്നത്, ഫാം നടത്തുന്നത്. കാരണം എപ്പോഴും അവിടെ മാനുകൾ വന്ന് തിന്നാൻ ഈ ചെടികളൊക്കെ തിന്ന് തീർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ചുറ്റും ഫെൻസ് അടിച്ചിട്ടാണ് ഇവർ ഈ ഫാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ജോലിക്കാരും ഒക്കെയാണത്. അപ്പം അതിൻ്റെ മെയിൻ ആൾ ചാർലി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്താൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പോയിരുന്നു. നമ്മൾ ഒരു 4 ചെടികൾ നമ്മൾ ഭംഗിയുള്ള റെഡും യെല്ലോ ആയിട്ടുള്ള ചെടികൾ നമ്മൾ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം വെച്ചു. അത് ഈ വർഷം ശരിക്കും ഇല വന്ന് തുടങ്ങിയിട്ടുണ്ട്. വിൻ്ററിൽ അതൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് മുളച്ചു വരും. അപ്പോൾ നമ്മൾ കാറിൽ ചെടികൾ ചരിച്ചിട്ടിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിന് അനക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ തന്നെ അതൊക്കെ റെഡിയാക്കി തരും. നമ്മുടെ വണ്ടിയിൽ അതൊക്കെ വെച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയാക്കി അവർ തന്നെ തരും. അപ്പോൾ ഇതൊക്കെ നല്ല നീളമുള്ള നല്ല വലിയ ചെടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു പാകത്തിനാണ് അവർ നമുക്ക് തരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ചെടികളാണെല്ലാം. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ നമുക്ക് തരും. അതുപോലെ ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ ഒരു ലീഫ്ലെറ്റും തരും. ട്രംബോളിൽ ചാടുകയാണ്, വായുവിൽ പറക്കുന്ന പോലെ ചാടാം. നമ്മുടെ ക്രിസ് അവിടെ കുഴികുത്തിക്കൊണ്ടിരിക്കുന്ന ചെടികൾക്ക്. അങ്ങനെ ആവേശോജ്വലമായ കുഴികുത്തൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ തൂമ്പയാണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ മഴ പെയ്ത് കുതിർന്ന് കിടക്കുന്ന മണ്ണായതുകൊണ്ട് നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കുഴി കുത്താൻ പറ്റി. അങ്ങനെ നമ്മുടെ ചെടികൾ പതുക്കെ ഒരു ചാക്ക് മണ്ണും ഒരു ചെടിയും വെച്ച് വെക്കണം. ബാഗിലുണ്ടല്ലോ അല്ലേ, കുറച്ച് ഇലകളൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് നോക്കാം. പ്രാർത്ഥിച്ച് കുരിശിയെ കുറച്ച് ഇവിടെ പോയി
കണ്ടോ നമ്മുടെ നല്ല വൃത്തിയായിട്ട് അവർ നനച്ച് അങ്ങനെ വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ അതിൽ വേരുകളൊക്കെ ഉണ്ട്. നല്ല അതിൻ്റെ മണ്ണുണ്ട് കുറച്ച്. ഇതേതാണെന്നറിയാം, വരെ മണ്ണ് എടുക്കാൻ പാടില്ല. കാരണം ഇത് കണ്ടോ ഇവിടെ ഇതാണ് ഇത് ബഡ് ചെയ്തേക്കണ ചെടികളാണ്. അപ്പോൾ ഇത് ഈ വർഷം തന്നെ ഉണ്ടാവുന്ന പറഞ്ഞേക്കണേ. ഇത് സ്റ്റെല്ല ചെറി, സ്റ്റെല്ല ചെറി, ചെറിയാണിത്, ചെറിയാണിത്. അപ്പോൾ ചട്ടിയിലല്ലാത്ത ചെടികളുണ്ട് കേട്ടോ. ചട്ടിയിലല്ലാത്ത ചെടികൾക്ക് കുറച്ചും കൂടി പൈസ കുറവാണ്. അപ്പോൾ ആ ചെടികൾ അവർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ വെക്കണം. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് അന്ന് തന്നെ ആ ഒരു ചട്ടിയിലല്ലാത്ത ചെടികൾ നമ്മൾ വെച്ചു. $5 ഒരു കമ്പോസ്റ്റിങ് ഒരു ചട്ടി. അപ്പോൾ നമ്മളത് കൂടി ഇടാൻ പോവാണ്. പിന്നെ നമ്മൾ മുകളിൽ മളിച്ചിടണം. ഒരെണ്ണം അങ്ങോട്ട് ഇടാനാണ് അവർ പറഞ്ഞാണ്. കാരണം നല്ല രീതിയിൽ പറഞ്ഞെങ്കിൽ നമ്മളതിൽ കുറച്ച് മളിച്ച് ഇത് മറ്റേ ലീവ്സ് ഇത്ര മതിയാ മണ്ണിടണ്ട. അഞ്ഞ് ഇതിന് മുകളിലേക്ക് മണ്ണിടാം. ഈ കുഴിയിൽ വെള്ളം കിട്ടി നിൽക്കും ചേട്ടാ. ഇല്ലല്ലേ? അപ്പോൾ കൊമ്പുകളൊന്നും ഉടക്കാതെ നമ്മളൊരു കൂട് ഇട്ട് വെച്ചു. കാരണം മാനുകൾ വന്നിട്ട് എല്ലാം തിന്നുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫെൻസ് അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഫെൻസ് അടിക്കാനായിട്ട് നമ്മൾ ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ കൂട് ഇങ്ങനെ വെച്ചില്ലെങ്കിൽ മാൻകുട്ടികൾ തിന്നുകൊണ്ട് പോകും. അപ്പോൾ ചട്ടിയിലല്ലാത്തൊരു 4 ചെടികളോളം നമ്മൾ വാങ്ങിച്ചു. അപ്പം അത് അന്ന് തന്നെ നമ്മൾ പ്ലാന്റ് ചെയ്തു. അങ്ങനെ അമർത്തി അടുത്തേക്ക് നമ്മൾ ചെറിയുടെ ഇങ്ങനെ നിറച്ചും ഇതിട്ടു. നമ്മൾ ഉറപ്പ് വരുത്താം ഇവിടെ ഇത് പുറത്താണെന്ന്. പിന്നെ നമ്മൾ കമ്പോസ്റ്റ് ഇടുന്നു. ഒരു ചാക്ക് മൊത്തം എടുത്തോ ചേട്ടാ? ചാക്കിടാന്ന് പറഞ്ഞാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത്. അത് മുകളിൽ ഇതല്ലേ? ഇതാണ് അത് മുകളിലാ. അത് കുഴപ്പമില്ല. അത് ഇവര് ചെയ്താന്ന് പറഞ്ഞു. ഇവര് ചെയ്തതിന്റെ മുകളിലായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ വെച്ച് നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. Thank you, Lord. Thank you for watching. Keep on watching Grace's Small World.